അഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി. വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ. പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ. പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ. തസ്മാൽ കാരുണ്യഭാവേന രക്ഷ രക്ഷ ജനാർദ്ദന. സൃഷ്ട്വാഖിലം ജഗദിദം സദസത്സ്വരൂപം ശക്തിയാ സ്വയാ ത്രിഗുണയാ പരിപാതി വിശ്വം. സംഹൃത്യ കൽപ്പസമയേ രമതേ തഥൈകാ. താം സർവജനനീം മനസാ സ്മരാമി. മാതർമേ മധുകൈടഭോഗ്രമഹിഷ പ്രാണാപഹാരോദ്യത്തെ. ഹേലാനിർമ്മിത ധൂമ്രലോചനവധേ. ഹേ ചണ്ഡമുണ്ഡാർദിനി. നിശേഷീകൃതരക്തബീജദനുജേ നിത്യേ നിസുംഭാപഹേ. സുംഭധ്വംസിനി സംഹരാശു ദുരിതം. ദുർഗേ നമസ്തേംബികേ. അനന്യത്രാണൈകപ്രവണഹൃദയേ ദേവി ദിശ മേ ധനം ധാന്യം സൗഖ്യം ഹരിചരണഭക്തിം ച വിനയം. അസൂയാമാത്സര്യാദ്യനുപമമനോരോഗശമനപ്രവീണാം വാണീം സൽപ്രകരപരമാഹ്ലാദജനനീം ശ്രീ ജഗദംബികായൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ.
അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ. കാരുണ്യമെന്നിൽ നിറയാൻ, കൽമഷങ്ങൾ ഒഴിയാൻ, കാരുണ്യമെന്നിൽ നിറയാൻ, കൽമഷങ്ങൾ ഒഴിയാൻ, കാവ്യഭംഗിയുണരാൻ തവ കാലിലൊന്നു തൊടുവാൻ, കാവ്യഭംഗി ഉണരാൻ തവ കാലിലൊന്നു തൊടുവാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ, മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ, മാല ചാർത്തി അണയൂ മമ മാലകന്നു കഴിയാൻ, മാല ചാർത്തി അണയൂ അമ്മേ മാലകന്നു കഴിയാൻ, മമ മാലകന്നു കഴിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ, മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ, ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയെന്നിൽ കനിയാൻ, ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയായി കനിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. ദേവി തൻ്റെ ചരിതം അതിസുന്ദരം വേദസാരം, ദേവി തൻ്റെ ചരിതം അതിസുന്ദരം വേദസാരം, വ്യാസദേവരചിതം ഇതു വ്യസനജാല നാശം, വ്യാസദേവചരിതം ഇതു വ്യസനജാല നാശം, വ്യസനജാല നാശം, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ.
ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജനമേ ജയനായി നൽകി ജന്മപുണ്യം അമ്മയെന്നും. ജന്മപുണ്യം അമ്മയെന്നും. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അമ്മേ അക്ഷര പുണ്യം തരേണേ. അച്യുത പുണ്യം തരേണേ. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ. അമ്മയെ അറിയാൻ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. ശ്രീമദ് ദേവി ഭാഗവതം തൃതീയ സ്കന്ധം 15-ാമത്തെ അധ്യായം 9-ാമത്തെ ശ്ലോകം മുതൽ 16 കൂടിയുള്ള ശ്ലോകങ്ങൾ ഇപ്പോൾ പാരായണം ചെയ്ത് അമ്മയുടെ പാദാരവിന്ദങ്ങളിൽ ഭക്ത്യാദരപൂർവം സമർപ്പിക്കുന്നു. വീരം മൃതം ഭുവിഗതം പതിതം രഥാദ്വൈ ഗൃധ്രപ്പലാർത്ഥമുപരി ഭ്രമതീതി മന്യേ. ജീവോപ്യസൗ നിജശരീരമവേക്ഷ്യ കാന്തം കാംക്ഷത്യഹോതി വിവശോപി പുനഃപ്രവേഷ്ടും. ആജൗഹതോപി നൃവരഃ സുവിമാനരൂഢ സ്വാംഗേ സ്ഥിതാം സുരവധും പ്രവദത്യഭീഷ്ടം. പശ്യാധുനാ മമ ശരീരമിദം പൃഥിവ്യാം ബാണാഹതം നിപതിതം കരഭോരുകാന്തം. ഏകോ ഹതസ്തു ജിപുണൈവ ഗതോന്തരീക്ഷം ദേവാംഗനാം സമധിഗമ്യയുതോ വിമാനേ. താവത് പ്രിയാ ഹുതവഹേ സുസമാപ്യ ദേഹം ജഗ്രാഹ കാന്തമബലാ സബലാ സ്വകീയാ. യുദ്ധേ മൃതൗ ച സുഭടൗ ദിവി സംഗതൗ താവന്യോന്യശസ്ത്രനിഹതൗ സഹസംപ്രയാതൗ. തത്രൈവ ജഘ്നതുരലം പരമാഹിതാസ്ത്രാവേകാപ്സരോർദ്ധവിഹതൗ
കലഹാകുലൗ ച കശ്ചിദ്യുവാ സമധിഗമ്യ സുരാംഗനാം വൈ രൂപാധികാം ഗുണവതിം കില ഭക്തിയുക്താം സ്വീയാൻ ഗുണാൻ പ്രവിതതാൻ പ്രവദൻ തദാസൗ താം പ്രേമദാമനുചകാര ച യോഗയുക്താ ഭൗമം രജോതി വിതതം ദിവി സംസ്ഥിതം ച രാത്രിം ചകാര തരണിം ച സമാവൃണോദ്യൽ മഗ്നം തദേവ രുധിരാംബുനിധാവകസ്മാൽ പ്രാതുർബഭൂവരവിരപ്യതികാന്തിയുക്താ കശ്ചിൽ ഗതസ്തു ഗഗനം കില ദേവകന്യാം സംപ്രാപ്യ ചാരുവദനാം കില ഭക്തിയുക്താം നാംഗീചകാര ചതുരോ വ്രതനാശഭീതോ യാസ്യത്യയം മമ വൃഥാ ഹ്യനുകൂലശബ്ദ സംഗ്രാമേ സംവൃതേ തത്ര യുധാജിൽ പൃഥിവീപതി ജഘാന വീരസേനം തം ബാണൈസ്തീവ്രൈ സദാരുണൈ സർവത്ര ദേവീ നാമ സങ്കീർത്തനം ശ്രീമഹാദേവ്യൈ നമഃ. സർവത്ര ദേവീ നാമ സങ്കീർത്തനം ശ്രീ ജഗദംബികായൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. ശ്രീമദ്ദേവി ഭാഗവതം തൃതീയ സ്കന്ധം 15-ാമത്തെ അധ്യായത്തിൽ 9-ാമത്തെ ശ്ലോകം മുതൽ 16 കൂടിയുള്ള ശ്ലോകങ്ങൾ ഭാഷാഗാനമായി വഞ്ചിപ്പാട്ടിൻ്റെ ഇണത്തിൽ പാടി അമ്മയുടെ പാദാരവിന്ദങ്ങളിൽ ഭക്തിയാദരപൂർവം സമർപ്പിക്കുന്നു. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. നിശ്ചല ദേഹത്തിൽ കേറാൻ മോഹിക്കുന്ന ജീവൻ പോലെ നടന്റെ മുകളിൽ കഴുകന്മാർ പറന്നു. രാജാവു മരിച്ചെങ്കിലും ദിവ്യവിമാനത്തിലേറി മടിയിലെ സുരവധുവിനോടു ചൊല്ലി, സുന്ദരി നീ കണ്ടിടുക എന്റെ സുന്ദരമാം ദേഹം അമ്പേറ്റു വീണു കിടപ്പു അത്ഭുതം തന്നെ. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ശത്രുക്കളുമായി യുദ്ധം ചെയ്തു ചത്ത മറ്റൊരുവൻ ദേവാംഗനാ സമേതനായി വിമാനമേറി. അപ്പോൾ അവന്റെ ഭാര്യയോ ചിതയിൽ ദേഹം ഹോമിച്ചു. അവിടെ എത്തിയവനെ പിടികൂടിനാൻ. രണ്ടുപേരോ യുദ്ധം ചെയ്തു, ശസ്ത്രത്താലെ കൊല്ലപ്പെട്ടു. രണ്ടുപേരും സ്വർഗത്തിലേക്കെത്തിനാനൊപ്പം. രണ്ടുപേരും കണ്ടു ഒരു ദേവസുന്ദരിയെ. അപ്പോൾ അവൾക്കായി യുദ്ധം ചെയ്തു വീണ്ടും മരിച്ചു. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ഭൂമിയാകെ ഇരുട്ടായി, യുദ്ധ
യുദ്ധത്തിലെ പൊടികളാൽ അന്തരീക്ഷം നിറഞ്ഞപ്പോൾ അർക്കൻ മറഞ്ഞു. പ്രഭാതത്തിൽ ഉദിച്ചോര ആദിത്യനോ അവസാനം ചോരക്കടലിലായി മുങ്ങി പോയതിനാലോ മറ്റൊരാളോ സ്വർഗം പൂകി ദേവാംഗനയെയും കിട്ടി. വ്രതഭംഗമോർത്തവളെ സ്വീകരിച്ചില്ല. അമ്മേ ദേവി, അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. യുദ്ധം ഈ വിധത്തിലായി മുറുകിയ സമയത്തോ യുധാജിത്തു മഹാരാജൻ അത്ഭുതമായ നിരവധി അസ്ത്രങ്ങളാൽ വീരസേന ദേഹത്തിങ്കൽ, നിരവധി അസ്ത്രങ്ങളാൽ വീരസേന ദേഹത്തിങ്കൽ നിരവധി മുറിവുകൾ തീർത്തു അദ്ഭുതം. അമ്മേ ദേവി, അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ദേവി ശരണം, ലക്ഷ്മി ശരണം, ഭദ്രേ ശരണം, ഭദ്രകാളി ശരണം. സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീജഗദംബികായൈ നമഃ. സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. ദേവി നിന്നുടെ ലീലകൾ പലവിധം പാടുന്ന ദിവ്യാമൃതം. ദേവി ഭാഗവതം പുരാണതിലകം ശ്രീവ്യാസസാരസ്വതം. ദേവി വാഴുകയെൻ്റെ നാവിലനിശം, വാക്കായി സുഗീതങ്ങളായി. ദേവി നിന്നുടെ പാദപത്മമതിലായി വീഴുന്നു മൂകാംബികേ. ദേവി നിന്നുടെ പാദപങ്കജമതിൽ വീഴുന്നു ജ്ഞാനാംബികേ. ദേവി നിന്നുടെ പാദപത്മമതിലായി വീഴുന്നു ജ്ഞാനംബികേ. ശ്രീമദ് ദേവി ഭാഗവതം അമ്മയെ അറിയാൻ എന്ന അക്ഷരപൂജ ഇന്ന് 239 ദിവസം. ദേവി ഭാഗവതം 3 സ്കന്ധത്തിൽ 15 അധ്യായത്തിൽ 9 മുതൽ 16 കൂടിയുള്ള ശ്ലോകങ്ങളാണ് നമ്മൾ പാരായണം ചെയ്ത് സമർപ്പിച്ചത്. അതുതന്നെയാണ് ഭാഷാഗാനമായി പാടിയത്. ഇപ്പം അതിനെ പ്രഭാഷണ രൂപത്തിൽ അനുസ്മരിക്കാൻ ശ്രമിക്കുകയാണ്. അമ്മയുടെ കാരുണ്യത്തിനായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇവിടെ വീരസേനൻ എന്ന കലിംഗാധിപതിയും അതേപോലെ തന്നെ ഉജ്ജയിനീപതിയായിരിക്കുന്ന യുധാജിത്തും തമ്മിലുള്ള യുദ്ധത്തെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. രണ്ടുപേരും അവരവരുടെ ദൗഹിത്രന്മാർ, യഥാക്രമം സുദർശനനും ശത്രുജിത്തും, അവർക്ക് രാജ്യഭാരം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ യുദ്ധം. അപ്പോൾ അതിഗംഭീരമായിട്ടുള്ള യുദ്ധം ചോരപ്പുഴയിൽ
ആ വിവിധ ഭടന്മാരുടെ തലകൾ അതിലൂടെ ഒഴുകിക്കൊണ്ടിരുന്നു. പൊങ്ങിത്താണൊഴുകി എന്ന് പറഞ്ഞാണ് നിർത്തിയത്. വീരം മൃതം ഭുവിഗതം പതിതം രഥാദ്വൈ ഗൃധ്രപ്പലാർത്ഥമുപരിഭ്രമതീതി മന്യേ. നിശ്ചലമായിരിക്കുന്ന തൻ്റെ ശരീരം, ആ സുന്ദരമായ ശരീരം കണ്ടിട്ട് വീണ്ടും അതിൽ കടന്നുകൂടാൻ ആഗ്രഹിക്കുന്ന ഒരു ജീവനെ പോലെ രഥത്തിൽ നിന്ന് താഴെ വീണുമരിച്ച വീരഭടന്റെ ശരീരത്തിന് മുകളിലൂടെ ജീവോപ്യസൗ നിജശരീരം അവേക്ഷ്യകാന്തം കാംക്ഷത്യഹോ വിവശോപി പുനഃപ്രവേഷ്ടും. അഹോതി വിവശോപി പുനഃപ്രവിഷ്ടും എന്നാണ്. അപ്പോൾ ആ മാംസം കൊതിച്ചും കൊണ്ട് കഴുകന്മാര് വട്ടത്തിലിങ്ങനെ പറന്നു. വളരെ മനോഹരമായൊരു ഭാവനയാണ്. കഴുകന്മാര് അതിൻ്റെ വട്ടത്തിൽ പറന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ പറയുകയാണ് പറക്കുന്നത് എന്താ? ജീവനാണ് അങ്ങനെ പറക്കുന്നത് എന്ന്. എന്തിനാണ്? അവരുടെ ഉള്ളിലേക്ക് കടക്കാൻ. ഈ കഴുകൻ എന്താ ആഗ്രഹിക്കണത്? അവരുടെ ഉള്ളിലുള്ള മാംസത്തെ കൊത്തി തിന്നാൻ. എന്നിട്ടോ ആജൗ ഹതോപി നിർവര സുവിമാനരൂഢ. രാജാവ് മരിച്ചുപോയി എങ്കിൽ പോലും തൻ്റെ മടിയിലിരിക്കുന്ന സുരവധുവിനോട്, ആ ദേവാംഗനയോട് പ്രവദത്യഭീഷ്ടം. എന്താ തൻ്റെ മടിയിലിരിക്കുന്ന ആ ദേവിയോട്, ആ ദേവസുന്ദരിയോട് പറയുന്നത് തൻ്റെ അഭീഷ്ടം? പശ്യാധുനാ മമ ശരീരമിതം പൃഥിവ്യാം ബാണാഹതം നിപതിതം കരഭോരുകാന്തം. ഇതാ നോക്കൂ, എൻ്റെ മനോഹരമായിട്ടുള്ള ശരീരം അമ്പേറ്റ് മുറിഞ്ഞു വീണ് കിടക്കുന്നത് നീ കാണുന്നില്ലേ? അപ്പം ശരീരം ഇവിടെ ഉപേക്ഷിച്ച് ആത്മാവ് സ്വർഗത്തിലേക്കും നരകത്തിലേക്കൊക്കെ പോകുന്നു. ഇതാണ് നമ്മുടെ ആ ഹൈന്ദവ സംസ്കാരത്തിൻ്റെ ഒരു സങ്കല്പം. അപ്പം അതുകൊണ്ട് തന്നെ ഇവിടെ പറയുകയാണ്, സ്വർഗത്തിലിരുന്നു കൊണ്ട് തൻ്റെ മടിയിലിരിക്കുന്ന ദേവസുന്ദരിയോട് ഇയാൾ പറയുകയാണ്, രാജാവ് പറയുകയാണ്, ഇതാ നോക്കൂ എൻ്റെ ശരീരം കിടക്കുന്നത് കണ്ടില്ലേ അവിടെ ഭൂമിയിൽ. ഏകോഹതസ്തു രിപുണൈവ ഗതോന്തരീക്ഷം. ശത്രുക്കളോടുകൂടി ഏറ്റുമുട്ടി മരിച്ച ഒരുവൻ അന്തരീക്ഷത്തിലേക്ക് എത്തി. ദേവാംഗനാം സമധിഗമ്യയുതോ വിമാനേ. ഒരു ദേവാംഗന, ഒരു സുന്ദരിയായ ദേവനാരിയോടുകൂടി വിമാനത്തിൽ കയറി. താവൽ പ്രിയാ ഹുതവഹേ സുസമാപ്യ ദേഹം. ആ സ്ത്രീയോടുകൂടി ഇങ്ങനെ സഞ്ചരിക്കുമ്പോഴേക്കും എന്തുണ്ടായി? ഇവിടെ മരിച്ച അവൻ്റെ ഭാര്യ സതി അനുഷ്ഠിച്ചു. പണ്ട് കാലത്ത് അങ്ങനെ ഒരു ഏർപ്പാടുണ്ടായിരുന്നു ഇല്ലേ? നമ്മളതൊക്കെ സാമൂഹ്യ ശാസ്ത്രത്തിലൊക്കെ പഠിച്ചിട്ടുണ്ട്. രാജാ റാം മോഹൻ റോയിയാണ് സതി നിർത്തലാക്കിയത് അല്ലെങ്കിൽ നിർത്തലാക്കിച്ചത് എന്നൊക്കെ. അപ്പം ഇവിടെ അതുകൊണ്ട് എന്തുണ്ടായി? ആ മരിച്ച ആളുടെ പ്രിയപ്പെട്ട പത്നി തൻ്റെ ഭർത്താവിനോടുള്ള സ്നേഹം ആദരവൊക്കെ കാരണം ആ ചിതയിലേക്ക് തന്നെ എടുത്തു ചാടി ശരീരം ഹോമിച്ചിട്ട് അവിടെ എത്തി. ജഗ്രാഹ കാന്തമബലാസബലാസ്വകീയ. അവിടെ എത്തി അവനെ ബലമായി പിടികൂടി എന്ന് മറ്റൊരു ചിന്ത അല്ലെങ്കിൽ മറ്റൊരു ഭാവന. മറ്റൊന്നോ യുദ്ധേ മൃതൗ ച സുഭടൗ ദിവിസംഗതൗ താവന്യോന്യ ശസ്ത്രനിഹതൗ സഹസംപ്രയാതൗ. രണ്ടു ഭടന്മാർ യുദ്ധത്തിൽ മരിച്ചു. അവര് അന്യോന്യം ആയുധം ശസ്ത്രം പ്രയോഗിച്ചിട്ടാണ് മരിച്ചത്. രണ്ടുപേരും എന്തുണ്ടായി? ഒരുമിച്ച് സ്വർഗത്തിലേക്ക് പോയി. അങ്ങനെ സ്വർഗത്തിൽ ചെന്നപ്പോഴോ, സ്വർഗത്തിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ആ സ്വർഗത്തില് ഒരു അപ്സരസിനെ കണ്ടു. തത്രൈവ ജഘ്നതുരലം പരമാഹിതാസ്ത്രാവേകാപ്സരോർത്ഥ വിഹതൗ കലഹാകുലൗച്ചാണ്. അപ്പോൾ ഒരു അപ്സരസിനെ കണ്ടപ്പോൾ എന്തായി? അവൾക്ക് വേണ്ടി കനകം മൂലം കാമിനി മൂലം ഉലകിൽ പലവിധ കലഹം സുലഭം എന്ന് കുഞ്ചൻ നമ്പ്യാർ പറഞ്ഞതുപോലെ അവൾക്ക് വേണ്ടി അവിടെ ചെന്നിട്ട് വീണ്ടും യുദ്ധം ഉണ്ടായി. രണ്ടുപേരും അസ്ത്രം കയ്യിലെടുത്തു, പരസ്പരം തല്ലുകൂടി. അവർ രണ്ടുപേരും വീണ്ടും മരിച്ചു. കശ്ചിത് യുവ സമധിഗമ്യ സുരാംഗനാം വൈ രൂപാധികാം ഗുണവതിം കില ഭക്തിയുക്താം. ഒരു യുവാവ് യുദ്ധത്തിൽ മരിച്ചു, സ്വർഗത്തിലെത്തി. അവിടെ ചെന്നപ്പോൾ ആ ഒരു ദേവാംഗനയെ കണ്ടു. ആ സുന്ദരിയായിരിക്കുന്ന അവളുടെ ഗുണഗണങ്ങളെ, രൂപലാവണ്യത്തെ ഒക്കെ വാഴ്ത്തിക്കൊണ്ട്, അവരാ ഭക്തിയൊക്കെ ഉള്ളവളായിരുന്നു ആ പെൺകുട്ടി എന്നാണ്. അങ്ങനെ അവൻ എന്തു ചെയ്തു? പ്രേമപൂർവം തൻ്റെ ഗുണഗണങ്ങളെ വാഴ്ത്തി കേൾപ്പിച്ചിട്ട് ആ പെൺകുട്ടിയെ
ആ പ്രേമദായിനിയായിരിക്കുന്ന പെൺകുട്ടിയെ താം പ്രേമദാം അനുചകാര ച യോഗയുക്ത, തനിക്ക് വശംവദയാക്കി തീർത്തു ആ പെൺകുട്ടിയെയും. ഈ സമയത്തോ ഭൂമിയാകെ ഇരുട്ടായി, ഭൗമം രജോതി വിതതം ദിവി സംസ്ഥിതം ച, ഭൂമിയിൽ മുഴുവൻ ഇരുട്ട് പരന്നു. അതിന് കാരണം എന്താ? രാത്രിം ചകാര തരണിം ച സമാവൃണോദ്യൽ മഗ്നം തദേവ രുധിരാംബു നിധാവകസ്മാൽ പ്രാദുർബഭൂവ രവിരപ്യധികാന്തിയുക്ത. അപ്പം ഈ യുദ്ധത്തിൽ കുതിരകളും ആനകളും മനുഷ്യരും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുകയും ഒക്കെ ചെയ്യുമ്പോൾ പൊടിപടലങ്ങൾ ഉയരും അല്ലേ? അപ്പം അത് ആ പൊടിപടലങ്ങൾ ആദിത്യബിംബത്തെ മറച്ചതുകൊണ്ടാണോ ഇരുട്ടായത്, അതോ പ്രഭാതത്തിൽ ആദിത്യൻ ചെങ്കതിർ വീശി തെളിഞ്ഞത് ആ ചോരക്കടലിൽ മുങ്ങി നിവർന്നത് കൊണ്ടാണോ? അത്രയും ചോരപ്പുഴ ഒഴുകിയെന്ന് പറഞ്ഞു. അപ്പോൾ ആ ചോരയിലേക്ക് ആദിത്യൻ മുങ്ങിയത് കൊണ്ടാണോ പ്രഭാതത്തിൽ ആദിത്യരശ്മികൾക്ക് ആ ചെങ്കതിർ പ്രഭ എന്ന് പറയില്ലേ അതുണ്ടായത്? മറ്റൊരു ഭാവന. കശ്ചിൽ ഗതസ്തു ഗഗനം കില ദേവകന്യാം സംപ്രാപ്യ ചാരുവദനാം കില ഭക്തിയുക്താം. മറ്റൊരാൾ മരിച്ചിട്ട് ദേവലോകത്തെത്തി, അവിടെയും സുന്ദരിയും ഭക്തിയുക്തയുമായൊരു യുവതിയെ കണ്ടു. എന്നാൽ നാംഗീചകാര, അവളെ അംഗീകരിച്ചില്ല. കാരണം എന്താ? ചതുരോ വ്രതനാശഭീതോ, തൻ്റെ വ്രതത്തിന് ഭംഗം വരും എന്ന് വിചാരിച്ച്, തൻ്റെ സൽപ്പേരിന് കളങ്കം വരുമോ എന്ന് വിചാരിച്ച് യാസ്യത്യയം മമ വൃഥ ഹ്യനുകൂല ശബ്ദ, അവളെ അംഗീകരിച്ചില്ല, അവളോട് അനുകൂലമായി ഒന്നും പറഞ്ഞില്ല. സംഗ്രാമേ സംവൃതേ തത്ര യുധാജിൽ പൃഥിവീപതി. ഇങ്ങനെ യുദ്ധം മുറുകിക്കൊണ്ടിരിക്കുമ്പോൾ യുധാജിത്ത് എന്ന പൃഥിവീപതി, ആ രാജാവ്, ജഘാന വീരസേനം തം ബാണൈ തീവ്രൈ സദാരുണൈ, അതിഭയങ്കരമായ അതിതീവ്രമായിരിക്കുന്ന നിരവധി അമ്പുകളെ കൊണ്ട് ആ വീരസേനൻ്റെ നേർക്ക് അയച്ച് വീരസേനൻ എന്ന ആ കലിംഗാധിപതിയെ അദ്ദേഹം മുറിപ്പെടുത്തി എന്ന് പറയുന്ന 16-ാമത്തെ ശ്ലോകത്തോടുകൂടി നമ്മൾ ഇന്ന് അമ്മയുടെ പാദാരവിന്ദങ്ങളിൽ സമർപ്പിക്കുന്നു. 17-ാമത്തെ ശ്ലോകം മുതൽ നാളെ. സർവത്ര ദേവീനാമ സങ്കീർത്തനം ശ്രീ ജഗദംബികായൈ നമഃ. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു, ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു, അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ദേവി ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ, ദേവി ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവന്മാരും കീർത്തിച്ചിടും അമ്മേ നിൻ ലീല, ഭദ്രേ അത്ഭുതമാം ലീല. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു, അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. കഥനമൊഴിഞ്ഞിടാൻ അമ്മേ വദനം കാണേണം, സദയം നിന്നുടെ രൂപം ഞങ്ങൾ ആരതിയൊഴിയുന്നു, ലക്ഷ്മി ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു,
അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം പതിയേ, കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം തനിയേ, കാക്കുക നീയൻ ജീവിത നൗകയെ കരുണാസാഗരമേ, ദേവി ആരതിയൊഴിയുന്നു, ആരതിയൊഴിയുന്നു, അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാ, കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാ, കരുണാമൃതവർഷിണിയാം ദേവി കാൽക്കൽ വീഴുന്നു, ഞങ്ങൾ കാലിണ കഴുകുന്നു. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു, അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ജയ ജഗദീശ്വരിയേ ദേവി, ജയ ജഗദീശ്വരിയേ, ജയ ജയ ഭാർഗവി മാധവി ഭദ്രേ, ജയ ജഗദീശ്വരിയേ അമ്മേ, ജയ ജഗദീശ്വരിയേ. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു, അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവി നാരായണി നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം മഹേശ്വരി യൽപൂജിതം മയാ ദേവി പരിപൂർണം തതസ്തു തേ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീഷാ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ. സർവേ സന്തു നിരാമയാഃ. സർവേ ഭദ്രാണി പശ്യന്തു. മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ. തമസോ മാ ജ്യോതിർഗമയ. മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. സ്വസ്ത്യസ്തു തേ കുശലമസ്തു ചിരായുരസ്തു. ഗോത്രാഭിവൃദ്ധി ധനധാന്യസമൃദ്ധിരസ്തു. ഐശ്വര്യമസ്തു ബലമസ്തു രിപുക്ഷയോസ്തു. വംശേ സദൈവ ഭവതാം ഹരിഭക്തിരസ്തു. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ.